നമസ്കാരം. ഡൽഹി മുഖ്യമന്ത്രി അതിഷിയെ ബി.ജെ.പിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യാജ കേസിൽ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് അവകാശപ്പെട്ട് എ.എ.പി. ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ രംഗത്തുവന്നു. ഒരു യോഗം നടന്നതായും ബി.ജെ.പി. മുഖ്യമന്ത്രി അതിഷിയെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരവിട്ടതായും ഞങ്ങളുടെ ഉറവിടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് എ.എ.പിയെ വ്യതിചലിപ്പിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഗതാഗത വകുപ്പിൽ അവർ അതിഷിക്കെതിരെ ഒരു വ്യാജ കേസ് തയ്യാറാക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന പദ്ധതി നിർത്താൻ അവർ ആഗ്രഹിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നതുവരെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നിർത്താൻ അനുവദിക്കില്ല എന്നും അരവിന്ദ് കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. എക്സൈസ് നയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന കെജ്രിവാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രംഗം കൊഴുപ്പിക്കുന്നതിന് ഇല്ലാ കഥകൾ പറയുകയാണെന്ന് ബി.ജെ.പി. ദില്ലി നേതൃത്വം വ്യക്തമാക്കി. പത്രസമ്മേളനം വിളിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഉയർത്തുന്ന ഭീഷണിക്കെതിരെ സംസാരിച്ച അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജനയും സഞ്ജീവനി യോജനയും ബി.ജെ.പിയെ തളച്ചിട്ടുണ്ടെന്ന് എക്സിലെ ഒരു പോസ്റ്റിൽ ആരോപിച്ചു. ഡൽഹി സർക്കാരിന്റെ വനിതാ ശിശു വികസന ആരോഗ്യ വകുപ്പുകൾ സ്ത്രീകൾക്ക് 2100 രൂപയും പ്രായമായവർക്ക് സൗജന്യ ചികിത്സയും നൽകുന്ന പദ്ധതി പ്രാവർത്തികമാകുന്നതിന് മുമ്പ് തന്നെ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഭരണകക്ഷിയായ എ.എ.പിയുടെ വാഗ്ദാന പദ്ധതികളായ ഇവയിൽ ചേരാനെന്ന പേരിൽ ജനങ്ങളിൽ നിന്നും വിവരശേഖരണം നടത്തുന്നു എന്ന ആരോപണം ബി.ജെ.പി. ഉയർത്തിയിരുന്നു. ആരോപണം വന്ന ഉടനെ ബന്ധപ്പെട്ട വകുപ്പുകൾ വിവരശേഖരണം തടഞ്ഞുകൊണ്ട് പൊതു അറിയിപ്പുകൾ പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ അതിശക്തമായ ആരോപണവുമായി രംഗത്തു വന്നത്. നിലവിലില്ലാത്ത സ്കീമുകളുടെ രജിസ്ട്രേഷന്റെ പേരിൽ ആർക്കും വ്യക്തിഗത വിവരങ്ങൾ നൽകരുതെന്ന് 2 വകുപ്പുകളും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഏതെങ്കിലും സ്വകാര്യ വ്യക്തിയോ രാഷ്ട്രീയ പാർട്ടിയോ അത്തരം ഫോമുകളോ വിവരങ്ങളോ ശേഖരിക്കുന്നത് വഞ്ചനാപരമാണെന്നും അതിന് ആർക്കും അധികാരമില്ലെന്നും സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞതാണ് കെജ്രിവാളിനെ പ്രകോപിപ്പിച്ചത്. കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി നേതാക്കൾ ഈ 2 സ്കീമുകൾക്കായി ആളുകളെ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പരിപാടി അടുത്തിടെ ആരംഭിച്ചിരുന്നു. മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജനയ്ക്കെതിരെ പൊതു അറിയിപ്പ് നൽകിയ വനിതാ ശിശു വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അതിഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പോലും അറിയാതെ ഇറങ്ങിയ ഉത്തരവുകൾക്ക് പിന്നിൽ ബി.ജെ.പിയുടെ കറുത്ത കൈകളാണെന്നാണ് എ.എ.പി. വിശ്വസിക്കുന്നത്. ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തുക എന്നത് എ.എ.പിയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം നിർണായകമാണ്. അഴിമതി കേസുകളിൽപ്പെട്ട് പ്രധാന നേതാക്കൾ ജയിലിലായതുകൊണ്ടൊന്നും സർക്കാരിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് ആ പാർട്ടിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ ആകർഷകമായ ക്ഷേമ പദ്ധതികൾ മുന്നോട്ട് വെച്ച് ജനങ്ങളെ കൂടെ നിർത്താൻ നടത്തിയ ശ്രമത്തിന് സ്വന്തം ഭരണ സംവിധാനത്തിനകത്തു നിന്നു തന്നെ പൂട്ടുവീണതിന്റെ ജാള്യത മറയ്ക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ വ്യാജ ആരോപണവുമായി രംഗത്തു വരുന്നതെന്നാണ് ബി.ജെ.പിയുടെ പക്ഷം. എന്തായാലും പോരിന് നാൾ കുറിക്കുന്നതിന് മുമ്പ് തന്നെ തലസ്ഥാനത്ത് അങ്കത്തട്ട് ഉണർന്നു എന്നതിലേക്കാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ വിരൽ ചൂണ്ടുന്നത്.